കരിമീൻ അങ്ങനെ വരഞ്ഞിട്ട് അതിലോട്ട് മസാല പൊക്കി പറയലട്ടോ സത്യോട്. ഹായ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ കരിമീനില്ലേ, അത് ഫ്രൈ ചെയ്യാൻ പോട്ടാ. ഇതാണ് കരിമീൻ. ഇനി എന്താണ് ക്ലീൻ ചെയ്യണം അല്ലേ? ഓക്കെ, അങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ചെതമ്പലാണ് ഇത്തിരി പണിയല്ലേ? അരേഷ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി കരിമീനുള്ള ഗ്രേവി റെഡിയാക്കണം. പിന്നെ ഇനി എന്താ ചെയ്യാൻ പോണേ? ആദ്യം ചെറുള്ളി ഇടാൻ പോവാ പഴുക്കാൻ വേണ്ടി. കേട്ടോ. ഉള്ളി പെട്ടെന്നാകാൻ വേണ്ടി ചെറിയ ഇടുക. ഇനി ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിന്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് തക്കാളി ഇടാം. ഇനി കറിവേപ്പില പച്ചമുളകും കൂടി ഇടാം. അങ്ങനെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാ തരം പൊടികളും ഇട്ടു. അങ്ങനെ കഴുകിയെടുത്ത മീൻ ഇങ്ങനെ വരയിടണം. അങ്ങനെ വരഞ്ഞിട്ട് അതിലോട്ട് മസാല അങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ കരിമീൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അങ്ങനെ കരിമീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കരിമീൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവിയിലേക്ക് ഇടാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേകാൻ വെക്കാം. അങ്ങനെ കരിമീൻ ഫ്രൈ തയ്യാറായിരിക്കുന്നു. ഇനി ഞാൻ കഴിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. കരിമീൻ കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊക്കി പറയലട്ടോ, സത്യോട് എനിക്കിഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട്.